കൂട്ടുകാർക്ക് നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ SLC എക്സാമിന് വേണ്ടിയുള്ള എല്ലാ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇന്നിപ്പോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? സൗണ്ട് വേവ്സ് ആണ് അല്ലെ. സൗണ്ട് വേവ്സ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്? ടൈം പീരീഡ് കണ്ടുപിടിക്കാനുണ്ടല്ലേ. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ക്യാപിറ്റൽ T വെച്ചിട്ടാണ് ടൈം പീരീഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെ. അതായത് T/n എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തോണം കേട്ടോ. T എന്ന് പറഞ്ഞിരിക്കുന്നത് ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു T/n. ടൈമും നമ്പർ ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് T ഈസ് ഈക്വൽ ടു T/n എന്ന് എടുക്കാം. അതുപോലെ തന്നെ ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് T ഈസ് ഈക്വൽ ടു 1/f എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ്, എത്ര ഓസിലേഷൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഓസിലേഷൻസ് നോക്കുക. നമ്പർ ഓഫ് ഓസിലേഷൻ അതിന് സമയം തന്നിട്ടുണ്ടെങ്കിൽ അതേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. F ഈസ് ഈക്വൽ ടു n/t. കേട്ടോ, ഇവിടെ എങ്ങനെയാണ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ T ഈസ് ഈക്വൽ ടു T/n. കേട്ടോ, ഈ ടൈം പീരീഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫ്രീക്വൻസി വരുന്നത്. നമുക്കറിയാം ഫ്രീക്വൻസിയും ടൈം പീരീഡും എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെന്നറിയാം. അതായത് T ഈസ് ഈക്വൽ ടു 1/f എന്ന് എഴുതാം, അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു 1/t എന്ന് എഴുതാം. അപ്പം അതനുസരിച്ചിട്ട് തന്നെ ഈ നമ്പർ ഓഫ് ഓസിലേഷനുമായിട്ട് ഇക്വേഷൻ കണക്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പൊ T ഈസ് ഈക്വൽ ടു സ്മോൾ t എന്ന് വെച്ചാൽ സമയമാണ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്, അല്ലെങ്കിൽ T ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസിയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1/f എന്ന് എഴുതാം. അതുപോലെ തന്നെ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ n/t ആണ്. ദെൻ ഫ്രീക്വൻസിനെ നമ്മൾ ടൈം പീരീഡിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/t എന്നും റെപ്രസെന്റ് ചെയ്ത് എഴുതാം. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. ടൈം പീരീഡിന്റെ യൂണിറ്റ് കേട്ടോ, ഇവിടുത്തെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ് യൂണിറ്റ്. ഇവിടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഏതാണ് വരുന്നത്? ഹെർട്സ് ആണ് വരുന്നത്. പിന്നെയുള്ള സ്പീഡ് ഓഫ് എ വേവ്. നമ്മുടെ എക്കോയുടെ ഒക്കെ കേസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പം സ്പീഡ് ഓഫ് എ വേവ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം എക്കോയുടെ കേസിൽ വരുവാണെങ്കിൽ നോർമലി നമുക്കറിയാം സ്പീഡ് എന്ന് വെച്ചാൽ V ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്നൊരു ഇക്വേഷൻ ആണ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ എക്കോയുടെ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. അതായത് ഇങ്ങോട്ട് പോകുന്ന ആ ഡിസ്റ്റൻസും അതേപോലെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു 2D/t എന്ന് വരും കേട്ടോ. എക്കോയുടെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് V ഈസ് ഈക്വൽ ടു 2D/t ആണ്. അതനുസരിച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. അതായത് D ആണെന്നുണ്ടെങ്കിൽ VT ഡിവൈഡ് ബൈ 2 എന്നൊക്കെ വരും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പം എക്കോയുടെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 2D എന്നാണ് വരുന്നത്. ഇത് ഓർത്തിരിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ് ഓഫ് എ വേവ്, ഫ്രീക്വൻസി ആൻഡ് ദ വേവ് ലെങ്ത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി അതുപോലെ തന്നെ വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് എ വേവ് ഇക്വേഷൻ എങ്ങനെയാണ്? V ഈസ് ഈക്വൽ ടു F ലാംഡ. അതാണ് ജനറൽ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, V ഈസ് ഈക്വൽ ടു F ലാംഡ. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ബാക്കി ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കുക. V ഈസ് ഈക്വൽ ടു F ലാംഡ എന്ന് പഠിച്ചിരിക്കുക. അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചിട്ട് VF ലാംഡ എന്ന് വെച്ചാൽ ട്രയാംഗിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ V ഈസ് ഈക്വൽ ടു F ഇൻറ്റു ലാംഡ. ഇനി F ആണ് കണ്ടുപിടിക്കണമെങ്കിൽ V/ലാംഡ. കണ്ടില്ലേ? V/ലാംഡ എന്ന് എടുക്കാം. ഇനി ലാംഡയാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് V/F എന്നും എടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ബാക്കി നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതനുസരിച്ചിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പം ഇതും പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കുക. സ്പീഡിന്റെ യൂണിറ്റ് വരുമ്പം ഏതാണ് വരുന്നത്? ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നത്. ഫ്രീക്വൻസി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹെർട്സ് ആണ് വരുന്നത്. ലാംഡ എന്ന് പറയുമ്പോൾ വേവ് ലെന്ത് ആണ്. വേവ് ലെന്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. റിസൾട്ട് എടുത്ത് എഴുതുമ്പോൾ യൂണിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ലെൻസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നതാണ്. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് ആണ് കേട്ടോ. 1/v മൈനസ് 1/u എന്നാണ് ലെൻസ് ഇക്വേഷൻ വരുന്നത്. F ഫോക്കൽ ലെങ്ത് ആണ്. U എന്ന് പറഞ്ഞിരുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. V എന്ന് പറഞ്ഞിരുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ നമുക്ക് ഈ ഇക്വേഷൻ ഇതാണ് ലെൻസ് ഇക്വേഷൻ. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് എഴുതാം. അപ്പൊ ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഈ റെസിപ്രോക്കൽ ഒന്നും എടുത്ത് ചെയ്യണ്ട. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. അതാണ് ബെറ്റർ കേട്ടോ. F ഈസ് ഈക്വൽ ടു UV ഡിവൈഡ് ബൈ U മൈനസ് V ആണ്. F ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം U ഉം V ഉണ്ടായിരിക്കും. U മൈനസ് V ആണ് ഓർത്തിരിക്കുക. ഇനി U ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി രണ്ട് ടേം FV ഡിവൈഡ് ബൈ F മൈനസ് V. അതങ്ങനെ ഓർത്തിരിക്കുക. ഇനി ഇമേജ് ഡിസ്റ്റൻസ് ആണ് അവിടെ കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി രണ്ട് ടേം ഏതൊക്കെയാണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്തും. അതായത് UF ഡിവൈഡ് ബൈ U പ്ലസ് F.
അപ്പം ഇവിടെ ഈ ഇമേജ് ഡിസ്റ്റൻസിന്റെ കേസിൽ മാത്രം വരുമ്പോൾ പ്ലസ് ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ബാക്കി രണ്ടിടത്ത് വരുമ്പോൾ മൈനസ് ആണ്. ഇവിടെ എഫ് ആണെന്നുണ്ടെങ്കിൽ യു മൈനസ് വി ആണെന്ന് ഓർത്തിരിക്കട്ടെ. യു മൈനസ് വി. ഇനി യു ആണെന്നുണ്ടെങ്കിൽ എഫ് മൈനസ് വി ആണെന്ന് ഓർത്തിരിക്കുക. എഫ് മൈനസ് വി. വി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് യു പ്ലസ് എഫ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾക്കറിയാം മേളിലേക്കുള്ളതല്ല, ലെൻസ് ഇവിടെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലേക്കുള്ളതെല്ലാം എന്താണ് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്, റൈറ്റ് സൈഡിൽ വരുന്നതെല്ലാം പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവും താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. എപ്പോഴും ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് തന്നെയായിരിക്കും. അത് ഓർത്തണം കേട്ടോ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇമേജ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഫോക്കൽ ലെങ്തും ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ലെൻസ് ഉണ്ടല്ലോ, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും, അതനുസരിച്ചിട്ട് വ്യത്യാസം വന്നിരിക്കും. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും കേസിൽ, കോൺവെക്സ് ലെൻസിന്റെ കേസിലാവുകയാണെങ്കിൽ എഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന് എഫ് പോസിറ്റീവ് ആണ്, യു നെഗറ്റീവ് ആണ്. അത് കോൺകേവിനും കോൺവെക്സിനും നമുക്കറിയാം ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഇനി കോൺവെക്സ് ലെൻസിന്റെ കേസിൽ വി പോസിറ്റീവ്, അതായത് വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും? റിയൽ ആയിരിക്കും. നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. കോൺകേവിന്റെ കേസിൽ യു എപ്പോഴും ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും കോൺകേവിന്റെ കേസിൽ. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും, അതെങ്ങനെയാണ്? വെർച്വൽ ആയിരിക്കും കേട്ടോ. അതും ഓർത്തിരിക്കുക. നമുക്ക് കോൺകേവ് ലെൻസിന്റെ ഒരൊറ്റ സിറ്റുവേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ അതൊന്നും ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഷുവറായിട്ട് ചോദിക്കുന്നതാണ് മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അത് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസിന്റെയും അതുപോലെ തന്നെ ഒബ്ജക്ട് ഡിസ്റ്റൻസിന്റെ കേസിൽ നമുക്ക് എഴുതാം. അതായത് എം ഈസ് ഈക്വൽ ടു ബി ബൈ യു എന്ന് എഴുതാം. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ആണ്. ഓർക്കേണ്ട ഒരു കാര്യമാണ്, മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല കേട്ടോ. യൂണിറ്റ് ഒന്നും സെന്റിമീറ്ററിനോ മീറ്ററിനോ ഒന്നും എഴുതി വെച്ചേക്കില്ല. മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല. കൃത്യമായിട്ട് ഓർത്തോണം. ഈ ഇക്വേഷനും പഠിച്ചു വെച്ചോളുക. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇമേജിന്റെ നേച്ചർ ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതാ നോക്കുക, മാഗ്നിഫിക്കേഷൻ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് വലുതായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും ഇമേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇമേജ് സെയിം സൈസ് ആയിരിക്കും, ഒബ്ജക്റ്റിന്റെ സെയിം സൈസ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ലെസ് ദാൻ 1 കേട്ടോ, ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? ചെറിയ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇറക്റ്റും വെർച്വലും ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ വാല്യൂവിനനുസരിച്ച് നിങ്ങൾ ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് ആ ഇമേജിന്റെ നേച്ചർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യമാണ് പവർ ഓഫ് എ ലെൻസ്. ലെൻസിന്റെ കേസിൽ പവർ കണ്ടുപിടിക്കാൻ ചോദിക്കും. പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഡയോപ്റ്റർ ആണ് കേട്ടോ. പവറിന്റെ ഇക്വേഷൻ 1/f ആണ്. ഓർത്തിരിക്കട്ടെ, പവറിന്റെ ഇക്വേഷൻ 1/f ആണ്. അപ്പൊ ഈ പവർ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലെൻസ് എങ്ങനെയായിരിക്കും? അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കോൺവെക്സ് ആയിരിക്കും. പവർ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലെൻസ് കോൺവെക്സ് ആയിരിക്കും. പവർ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ലെൻസ് ഏതായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. അടുത്ത ചാപ്റ്റർ 5th ചാപ്റ്ററിലാണ് പ്രോബ്ലംസ് കൂടുതലായിട്ടും വരുന്നത്. അതായത് ഇലക്ട്രിക് എനർജി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നല്ല രീതിയിൽ പ്രോബ്ലംസ് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ, അതിൽ നമുക്ക് റെസിസ്റ്റൻസും അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി അതിന്റെ ഇക്വേഷൻ ഉണ്ട്. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. അപ്പൊ R = ρ × L/A എന്ന് എഴുതാം. റോ എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി ആണ് കേട്ടോ. റോ എന്ന് പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റിവിറ്റി ആണ്. അതിന്റെ ഇക്വേഷൻ കേട്ടോ, ρ = RA/L. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് വെച്ച് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളൊക്കെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് പഠിക്കട്ടെ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. ദെൻ അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, ദാറ്റ് ഈസ് ജൂൾസ് ലോ. ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും കേട്ടോ. ബേസിക് ഇക്വേഷൻ നമുക്കറിയാം, H = I²RT ആണ് ബേസിക് ഇക്വേഷൻ കേട്ടോ. അതിൽ നിന്നാണ് ബാക്കി ഇക്വേഷൻ എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മറ്റ് ഇക്വേഷനും പഠിച്ചു വെക്കുക. H = V²/R × T. അതുപോലെ തന്നെ H = VAT. ഇത് രണ്ടും നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഓംസ് ലോയുടെ ബേസിസിലാണ് ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? H = I²RT ആണ്.
ദെൻ എച്ച് എന്ന് വെച്ചാൽ ഹീറ്റ് ആണ്, ഐ കറന്റ് ആണ്, ആർ റെസിസ്റ്റൻസ്, ടി ടൈം ആണ്. അപ്പം ഹീറ്റിന്റെ യൂണിറ്റ് ഏതാണ് വരുന്നത്? ജൂൾ ആണ് വരുന്നത് കേട്ടോ. ജൂൾ ആണ് യൂണിറ്റ് വരുന്നത്, മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതി വെക്കുക. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ അറിയാമെങ്കിൽ അത് എഴുതുക കേട്ടോ. ഇക്വേഷനൊക്കെ മാർക്കുണ്ട്, കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ എഴുതി ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇക്വേഷന് മാർക്കുണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്സിന് കേട്ടോ. സ്റ്റെപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, സബ്സ്റ്റിറ്റ്യൂഷന് മാർക്കുണ്ട്. പിന്നെ റിസൾട്ട് എഴുതണം, റിസൾട്ട് വിത്ത് യൂണിറ്റും ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ റിസൾട്ട് കൃത്യമായിട്ട് എഴുതുക, അതിൻ്റെ കൂടുതൽ യൂണിറ്റ് എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. കൃത്യമായിട്ട് ചെയ്തൊക്കെ എഴുതുക. പിന്നെ മറ്റൊരു ഇതാണ് ഇലക്ട്രിക് പവർ കണ്ടുപിടിക്കാം കേട്ടോ. പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വർക്ക് ബൈ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എച്ച് ആണ്, എച്ച് ബൈ ടി ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ കേട്ടോ. അതുപോലെ തന്നെ വി സ്ക്വയർ ബൈ ആർ, അതുപോലെ തന്നെ വി ഐ. നമ്മൾ ഹീറ്റിന്റെ ഇക്വേഷൻ ടി അങ്ങ് ക്യാൻസൽ ചെയ്യുന്നേ ഉള്ളൂ. അതാണ് പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? വാട്ട് ആണ് കേട്ടോ. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. പിന്നെ നമ്മൾ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാനുണ്ട്. അത് വരുമ്പോൾ പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 കേട്ടോ. ഇത് ആയിട്ട് ബേസ് ചെയ്ത ഒരു പ്രോബ്ലം ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് എത്ര ഒക്കെ അപ്ലയൻസസ് ഉണ്ടോ അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പറയും, അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നോക്കുക. ആ ഒരു ചാപ്റ്ററിന്റെ പ്ലേലിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിന്റെയും ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിന്റെയും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ചെയ്ത് നോക്കി തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് കിട്ടാനുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയുള്ളൂ ചോദിക്കത്തുള്ളൂ. അപ്പൊ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക കേട്ടോ. പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് എഴുതണം. ഇപ്പം യൂണിറ്റ് എഴുതാൻ പറഞ്ഞു, ആ യൂണിറ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതിയിരിക്കണം കേട്ടോ. അങ്ങനെ പഠിച്ചു പോവുക. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എനർജി കൺസപ്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അതായത് പ്രോബ്ലംസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക, ഇക്വേഷൻ ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ അനദർ ചാപ്റ്റർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, 6th ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ കേസിലുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പം ആ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സ്റ്റെപ്പ് അപ്പിനും സ്റ്റെപ്പ് ഡൗണിനും എങ്ങനെയാണ് വരുന്നത്, നമ്പർ ഓഫ് ടേൺസും. സ്റ്റെപ്പ് അപ്പിനാവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് ആണ് കൂടുതൽ കേട്ടോ. സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കൂടുതലാണ്. സ്റ്റെപ്പ് ഡൗണിനാവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആണ് കൂടുതൽ. അതുപോലെ തന്നെ കറന്റും ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ഇതുമായിട്ട് ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം വോൾട്ടേജ്, പ്രൈമറിയിലത്തെ വോൾട്ടേജും സെക്കൻഡറിയിലത്തെ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് കേട്ടോ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഇത് അറിയപ്പെടുന്നത് ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അത് കറന്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഐ പി ആയിരിക്കും വരുന്നത്, ഐ പി ബൈ ഐ എസ്. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ കേട്ടോ, പവർ ഇൻ പ്രൈമറിയിലത്തെ പവറും അതുപോലെ തന്നെ സെക്കൻഡറിയിലത്തെ പവറും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി ആയിരിക്കും. അപ്പം കൃത്യം ഓർത്തോണം. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും, പ്രൈമറിയിലത്തെ പവർ ഇത്രയാണെന്ന് വരും, വാട്ട്സ് ദ വാല്യൂ ഓഫ് സെക്കൻഡറി പവർ എന്ന് ചോദിക്കും. കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട, പ്രൈമറിയിലത്തെ പവർ തന്നെ ആയിരിക്കും സെക്കൻഡറിയിലത്തെ പവറും കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അത് കറന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഐ പി ബൈ ഐ എസ് ഒ ആണ് ഓർത്തിരിക്കുക. അപ്പൊ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് പ്രൈമറിയിലത്തെ ആണെങ്കിൽ പി പി എന്ന് എഴുതാം, അപ്പൊ വി പി ഇൻറ്റു ഐ പി എന്ന് എഴുതാം. സെക്കൻഡറിയിലത്തെ വരുവാണെങ്കിൽ പി എസ് എന്ന് എഴുതാം, അതായത് വി എസ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതാം. ഇപ്പൊ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി ആയിരിക്കും. അത് പ്രത്യേകം ഓർത്തോണം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 7th ചാപ്റ്റർ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. ഇതിലും പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ എഫേർട്ട് കേട്ടോ. ഇക്വേഷൻ പഠിച്ചിരിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലോഡിന്റെയും എഫേർട്ടിന്റെയും റേഷ്യോയ്ക്കാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് എന്താണ്? യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ് കേട്ടോ. ഓർത്തോണം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല.
ഇനി പ്രിൻസിപ്പിൾ ഓഫ് ലിവേഴ്സിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ലോഡ് ഇൻറ്റു ലോഡാം എന്ന് വെച്ചാൽ എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമിനോട് ഈക്വൽ ആയിരിക്കും, അതായത് ഇക്ലിവറിങ് കണ്ടീഷനിലായിരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ലോഡ് ബൈ എഫേർട്ട് എന്നാണ് ഇക്വേഷൻ. അപ്പം എഫേർട്ട് ആമിന്റെ ലോഡ് ആമിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഫേർട്ട് ആം ഡിവൈഡ് ബൈ ലോഡ് ആം എന്ന് വരും. ഇപ്പൊ സിമ്പിൾ മെഷീന്റെ കേസിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു ലിവേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ഫസ്റ്റ് ഓർഡർ ലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൽക്രം കേട്ടോ, ഫൽക്രം ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ലോഡ് ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടായിരിക്കില്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഡ് ബൈ എഫേർട്ട് ആണ് നമുക്കറിയാമല്ലോ. അത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയൊക്കെ വരാം, ഈക്വൽ ടു 1 വരാം, ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം കേട്ടോ. അപ്പം ഗ്രേറ്റർ ദാൻ 1 വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലോഡ് ഈസ് ലെസ് ദാൻ ദ എഫേർട്ട് ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 വരുവാണെന്നുണ്ടെങ്കിൽ ലോഡ് അവിടെ എങ്ങനെയായിരിക്കും, എഫേർട്ടിനേക്കാളും കുറവായിരിക്കും. ഇനി ഈക്വൽ ടു 1 വരുവാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 വരുവാണെങ്കിൽ ലോഡും എഫേർട്ടും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും, ലോഡ് ആയിരിക്കും അവിടെ കൂടുതൽ, ലോഡ് ഈസ് മോർ ദാൻ ദ എഫേർട്ട് ആയിരിക്കും. അപ്പം ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഫിക്സഡ് വാല്യൂ ഉണ്ടായിരിക്കുകയല്ല, 1 വരാം, ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം. സെക്കൻഡ് ഓർഡർ ലിവറിന്റെ കേസിൽ വരുവാണെങ്കിൽ ലോഡ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൽക്രം വരുന്നത്. എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കുക. ഈ ഒരു കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണ് സെക്കൻഡ് ഓർഡർ ലിവറിന്റെ കേസിൽ വരുമ്പോൾ. ഇനി തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ വരുമ്പോൾ എഫേർട്ട് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്, ലോഡിന്റെ ഫൽക്രത്തിന്റെ ഇടയിലായിട്ട് വരുന്ന എന്താണ്, എഫേർട്ട് ആണ് വരുന്നത്. അപ്പം ഈ ഒരു കേസിൽ വരുമ്പോൾ കേട്ടോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത് 3 കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് ഓർഡറിലാവുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 സിറ്റുവേഷൻസ് വരാം, ഈക്വൽ ടു 1, ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1. സെക്കൻഡ് ഓർഡർ ആവുകയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണ്. തേർഡ് വരുവാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഓരോ കണ്ടീഷനിലും ഏതാണ് ഇൻ ബിറ്റ്വീൻ വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു സിമ്പിൾ മെഷീൻ ആണ് നമ്മുടെ പുള്ളീസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഫിക്സഡ് പുള്ളിയുണ്ട്, പുള്ളിയുണ്ട്. ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ലിവറിനോട് ഈക്വൽ ആണ് കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ, ഫിക്സഡ് പുള്ളി ഫസ്റ്റ് ഓർഡർ ലിവറിനോട് ഈക്വൽ ആണ്. ഇതിന്റെ കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്, 1 ആണ്. എപ്പോഴും ജനറലൈസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലോഡ് ബൈ എഫേർട്ട് ആണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പം അത് 1 ആയിരിക്കും എന്തിന്റെ കേസിൽ വരുമ്പോൾ, ഫിക്സഡ് പുള്ളിയുടെ കേസിൽ വരുമ്പോൾ. ഇനി മൂവർ പുള്ളിയുടെ കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു 2 ആയിട്ടും വരും കേട്ടോ. മൂവർ പുള്ളിയുടെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 2 ആയിട്ട് വരും. നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇക്വേഷൻ ഏതാണ്, ലോഡ് ബൈ എഫേർട്ട് ആണ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം മൂവർ പുള്ളിയുടെ കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ് വരുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ലോഡ് ആണ് കേട്ടോ. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് എഫേർട്ട് ഹാഫ് ഓഫ് ലോഡ് ആണ് വരുന്നത്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും, 2 ആയിരിക്കും വരുന്നത്. ഇനി അനദർ സിമ്പിൾ മെഷീൻ ആണ് നമ്മുടെ വീൽ ആൻഡ് ആക്സിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. ആക്സിയലിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ ആണ്. ഇവിടുത്തെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ് വരുന്നത് വീലിന്റെ. അപ്പൊ അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഇക്വേഷൻ ലോഡ് ബൈ എഫേർട്ട് ആണ് വരുന്നത്, ജനറൽ ഇക്വേഷൻ. ഇവിടെ വരുമ്പോൾ ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്ന് വരും. ക്യാപിറ്റൽ ആർ എന്ന് വെച്ചാൽ എന്താണ്, വീലിന്റെ റേഡിയസ് ആണ്. സ്മോൾ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്സിലിന്റെ റേഡിയസ് ആണ്. ഈ ഒരു കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. വീൽ ആൻഡ് ആക്സിലിന്റെ കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം എന്താണ്, റേഡിയസ്, വീലിന്റെ റേഡിയസ് അല്ലേ കൂടുതൽ. അപ്പം ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അടുത്താണ് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ കേട്ടോ. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ദെൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് L/H ആണ് നമുക്കറിയാം ഇല്ല. അതായത് ലോഡ് ബൈ എഫേർട്ട് ആണ് നമുക്കറിയാം. അതെന്ന് പറഞ്ഞിരിക്കുന്നത് സ്മോൾ L/H. ആ ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കും കേട്ടോ. സ്മോൾ L/H. സ്മോൾ L എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ലെങ്ത് ആണ്. H എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഹൈറ്റും ആണ് വരുന്നത് കേട്ടോ. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് L/H ആണ് ഇൻക്ലൈൻഡ് പ്ലെയിന്റെ കേസിൽ വരുമ്പോൾ. അപ്പൊ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ കേസിൽ വരുമ്പോൾ കൂടുതലായിട്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലോങ്ങർ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്
ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും വരുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ലോങ്ങർ ഇൻക്ലൈൻഡ് പ്ലെയിൻ പ്രൊവൈഡ് മോർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ദെൻ അടുത്ത സിമ്പിൾ മെഷീൻ ആണ് നമ്മുടെ വെഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. വെഡ്ജിന്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫേർട്ട് ആണ്. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു സ്മോൾ എൽ ബൈ എച്ച്. നമ്മൾ നേരത്തെ കണ്ടുപോകാനല്ല, എൽ എന്ന് വെച്ചാൽ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ഇതാണ് കേട്ടോ. വെഡ്ജ് ഉണ്ട്, വെഡ്ജിന്റെ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ലെങ്തിനെയാണ് നമ്മൾ സ്മോൾ എൽ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. എച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വെഡ്ജ് ഉണ്ടല്ലോ, ഈ വെഡ്ജിന്റെ തിക്നെസ്സിനെയാണ് നമ്മൾ എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോങ്ങർ ആൻഡ് തിന്നർ വെഡ്ജ് ഹാസ് മോർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. അതായത് തിന്നർ ആയിട്ടുള്ള വെഡ്ജ്, നീളമുള്ള തിന്നർ ആയിട്ടുള്ള വെഡ്ജിന് അങ്ങനെയായിരിക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ കൂടുതലായിരിക്കും. ഇക്വേഷൻ ഓർത്തിരിക്കും കേട്ടോ, എൽ ബൈ എച്ച്. ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ സ്ക്രൂ ജാക്കിന്റെ കേസിൽ വരുമ്പോൾ. അപ്പം ഇതിന്റെ കേസിലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് 1 ത്രെഡ് ഡിവൈഡ് ബൈ പിച്ച് ആണ്. പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ത്രെഡ്സ്. ത്രെഡ്സ് ഉണ്ടല്ലോ, ആ ത്രെഡ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന അടുത്തടുത്ത ത്രെഡ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്മോൾ എച്ച് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എൽ ബൈ എച്ച്. നമ്മളിപ്പം ഇംഗ്ലൈൻഡ് പ്ലെയിൻ അതുപോലെ തന്നെ വെഡ്ജ് അതുപോലെ തന്നെ സ്ക്രൂവിന്റെ ഒക്കെ കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനറലി ലോഡ് ബൈ എഫേർട്ട് ആണ്. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു എൽ ബൈ എച്ച് ആണ്. അപ്പം എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ സ്ക്രൂവിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ ത്രെഡിന്റെ ലെങ്തിനെയാണ് നമ്മൾ എൽ എന്ന് കൺസിഡർ ചെയ്യുന്നത്. എച്ച് എന്ന് വെച്ചാൽ പിച്ച് എന്ന് പറയുമ്പോൾ ആ രണ്ട് അടുത്തടുത്ത ത്രെഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ കേസിൽ വരുമ്പോൾ ഓൾവേസ് മോർ ദാൻ 1 ആയിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മോർ ദാൻ 1 കേട്ടോ. മോർ ദാൻ 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 എന്നൊക്കെ പറയാം കേട്ടോ. മോർ ദാൻ 1 ആയിരിക്കും എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വരുന്നത് സ്ക്രൂ ആൻഡ് ജാക്കിന്റെ കേസിൽ വരുന്നത്. അപ്പൊ മനസ്സിലാക്കുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് ജനറൽ ആയിട്ടുള്ള കാര്യം ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ജനറൽ ഇക്വേഷൻ ഓർത്തിരിക്കുക. പിന്നെ ഓരോ സിറ്റുവേഷനിലും കേട്ടോ, ഓരോ സിറ്റുവേഷനിലും അതെങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കുറെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോസിൽ. ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ നിങ്ങൾ നോക്കുക. അതിൽ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിലും കുറെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും ഇത്രയും ഇക്വേഷൻസ് ആണുള്ളത്. അപ്പൊ ഓരോ ചാപ്റ്ററിലെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. മാക്സിമം കിട്ടുന്നത്രയും ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു, എല്ലാ ചാപ്റ്ററിനെയും നമ്മൾ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ മാക്സിമം ഒന്ന് കാണുക, ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും നല്ലോണം പഠിക്കുക, എഴുതി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.